ഗൈസ് നോക്കൂ, അങ്ങനെ ഡ്രൈവിംഗ് സെക്കൻഡ് ദിവസം. ഗൈസ് നോക്കൂ, രണ്ടാമത്തെ ദിവസമല്ല, അതായത് പാർട്ട് 2. ഗൈസ് നോക്കൂ, രണ്ടാമത്തെ വീഡിയോ ആണ്. ലിബിൻ അബുരാമിന് ഗൈസ് നോക്കൂ, ലിബിനും അബുരാമിയും ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോണു. കഴിഞ്ഞ പ്രാവശ്യം അബുരാമി ശരിക്കും കേട്ടു, വളരെ സന്തോഷമായി. അത് സംഭവം വേറൊന്നല്ല, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരാളെ നമ്മൾ കുറ്റം പറയുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇതിലെന്നെ ചതിച്ച് തേബിയ എന്റെ കളിയൊക്കെ ക്ലിപ്പൊക്കെ എബി കളഞ്ഞു, ഇവന്റെ കളിയൊക്കെ ക്ലിപ്പ് മാത്രമേ ഇട്ടുള്ളൂ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാണ്. സമയം 11 മണിയായി, ആകെ 1 മണിക്കൂർ നമ്മൾ നേരത്തെ ആയിട്ടുള്ളൂ. ഗൈസ് നോക്കൂ, നമ്മൾ നമ്മുടെ സ്ട്രോമിൽ നേരെ പോവാണ് ഡ്രൈവിംഗ് സ്കൂളിലേക്ക്. അപ്പം ആദ്യം ലിബിനും അഭിരാമിക്ക് റോഡായിരിക്കും, അതിന് ശേഷമായിരിക്കും ബാക്കി പരിപാടിയും സംഭവങ്ങളൊക്കെ. ഇന്ന് എച്ചെടുക്കുന്നുണ്ടോ? ഇന്ന് കോമഡി സാധനമായിരിക്കും കേട്ടോ. അപ്പൊ എട്ടോടി ഗൈസ് ഞങ്ങൾ നേരെ പോവാണ്. അതായത് ഡ്രൈവിംഗ് എടുക്കേണ്ട അത്യാവശ്യകരമായ കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യമായ കാര്യമാണ്. ഇറ്റ് ഈസ് വെരി എമർജൻസി. എച്ചാണ് പഠിക്കണ്ടേ, 8 ഒന്നും വലിയ പ്രശ്നമില്ല, 8 പെട്ടെന്ന് കിട്ടും. 8 പോയാലും കുഴപ്പമില്ല, ബൈക്ക് പിന്നെ എടുക്കാം. 8 പോയാ പോയി. ഇന്ന് നമ്മള് നേരെ വൈകിയെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർകാരനാന്ന് പറയാം. നോക്കൂ, അതായത് ഞങ്ങൾ നേരെ പോവാണ്. ഇനിയിപ്പം ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 കിലോമീറ്റർ ഉള്ളൂ ഈ പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂളിലേക്ക്. നമുക്ക് 5 കിലോമീറ്റർ വെച്ചാൽ 7 കിലോമീറ്റർ വെച്ചിട്ട് ഒരാൾക്ക് റോഡ്. അങ്ങോട്ട് പോകുമ്പോ ഞാൻ ഓടിക്കും, ഇങ്ങോട്ട് വരുമ്പോ നീ ഓടിക്കും. ഞാൻ അങ്ങോട്ട് ഓടിക്കാം, അതാണ് കയറ്റം. എന്നാ നീ അത് ഓടിച്ചോ, ഞാൻ അങ്ങോട്ട് ഓടിക്കാം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഓടിക്കാം. എങ്ങനെ ഓടിച്ചാലും സെയിം ആന്നാ പറഞ്ഞേ. പിന്നെ കേൾക്കുന്നത് മൊത്തം ഞാൻ മാത്രമായിരിക്കും. ഇവര് എന്തൊക്കെയാ അവളെ മൈദ വെച്ചൊട്ടിക്കാനൊക്കെയാ പറയണ്ടായിരുന്നേ എന്നെ. വായോ തരിയായിരുന്നു. എന്നോട് പറഞ്ഞറിയാമോ, നീ കൊണ പറയാതെ എണീച്ചു പോവാൻ. പഠിക്കുന്നവരെങ്കിലും പഠിക്കട്ടെ എന്ന്. ആരാന്നൊന്നും ഓർക്കുന്നില്ല, കമന്റിലൂടെയാ ഊരത്തെറിയായിരുന്നു. നമുക്ക് വണ്ടി പോയതാ, ആരും കണ്ടില്ലല്ലോ. ഇല്ല, കണ്ട മഹാഭാഗ്യായിട്ടോ. ഗൈസ് നോക്കൂ, നേരെ നമുക്ക് വണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറക്കി ഞങ്ങളുടെ സഫാരിയുടെ വന്നിട്ട് മാറ്റാം. ഇനി വലിയ ദിവസം ഇല്ലല്ലോ. ടയർ മാറ്റണം, അതിന്റെ 4 ടയർ മാറ്റണം, അത് പ്രധാന കാര്യം. പഞ്ചറായെന്ന് പറയുന്നത് കേട്ടു അല്ലേ? കേട്ടു, നമ്മൾ കണ്ടിട്ടില്ല. ഗൈസ് നേരെ ഞങ്ങൾ എന്തായാലും ഡ്രൈവിംഗ് സ്കൂളിൽ എത്തട്ടെ, എന്നിട്ട് ബാക്കി കാര്യം കേട്ടോ. ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ യുദ്ധഭൂമിയിലെത്തി, ഞങ്ങളുടെ ചേട്ടൻ്റെ അടുത്ത് എത്തി. രാവിലെ ഇറക്കിയപ്പോ തന്നെ ലിബി പറഞ്ഞു, ഞാൻ ആദ്യം ഓടിച്ചോളാം, നീ രണ്ടാമത് ഓടിച്ചോളാം. ലിബിക്ക് പണി കിട്ടി, അവിടെ കൊണ്ടുപോയി തിരിച്ച് റിവേഴ്സ് എടുത്ത് ഇങ്ങോട്ട് വണ്ടി തിരിച്ചു വെക്കണം. ലിബി ആരായി. ഫൈനലി ഞങ്ങൾ എല്ലാവരും വണ്ടിയെ കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ ചേട്ടനുണ്ട്. ചേട്ടാ ഹായ്. ഗൈസ് നോക്കൂ, നമ്മൾ നേരെ കയറും കേട്ടോ. ഞാൻ ഈ സീറ്റിൽ ഇരുന്നോളാം, അഭിരാമി ആ സീറ്റിൽ ഇരുന്നോ കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് കയറി. ഞാൻ ആവേശത്തിലാ, ഞാൻ ആവേശം കുറച്ചിട്ടോ, അതിനാ ഞാൻ നിർത്തി. ഇത് ടൗൺ ആട്ടോ, അങ്ങാടിക്കട ടൗൺ. ഇവിടെ ഇട്ട് വേണം നമ്മൾ ഇനി ഗുസ്തി പരിപാടി നടത്താൻ വേണ്ടി കേട്ടോ. ഉണ്ട്, കാര്യം പറഞ്ഞ വീട്ടിലുണ്ട്. ഇതിന്റെ ഒന്നല്ലേടാ, ഒന്നല്ലേ? 800-ന്റെ അല്ല, ഓമിനിയുടെ ആണോ? പോരെ, കാലി. ഫൈനലി ഈ കാണുന്ന ഇതിൽ കയറ്റി ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഓഫ് ആയിട്ടോ. ഒരു ചേട്ടനുണ്ടോ, ചേട്ടൻ പോട്ടോ കേട്ടോ. ലിബി ഇച്ചിരി കാല് കൊടുത്തോട്ടെ. ചേട്ടൻ എല്ലാം ചവിട്ടുന്നുണ്ടോ? ആ ഓട്ടം കൂടെ പോട്ടെ ലിബി. ഇതെന്നാ സംഭവം? അയ്യോ, വലിയ ലോറി. എന്റെ അമ്മ എന്തോരം വണ്ടിയാണ്. അവരാമിക്ക് കിട്ടിയോണ്ട് ചെറിയൊരു ഒതുക്കം ഉണ്ടോ കേട്ടോ. ആ പെണ്ണ് എന്നെ കാണിക്കുന്നത്. കൊടുത്തല്ലോ പിന്നെ ലിബിന നൈസായിട്ട് ഇവിടെ എല്ലാം ഒപ്പിച്ച് വെച്ചേ. ഞാൻ പിന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞാ. എന്നിട്ട് അഭിരാമി അതേപോലെ ഇട്ടു. സെക്കൻഡ് ആണോ? ആ അഭിരാമിനെ ശരിക്കും ആക്കിയിരിക്കുന്നത്.
ഗൈസ് ഫൈനലി ലിബി പിന്നെ ഇവിടുന്ന് ഓ ഇറ്റ് ഈസ് വെരി അടലി ക്ലച്ച് ഔട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് പോയി കേട്ടോ. ബസ്സിലേക്കാ പോയ അങ്ങനെ ചെയ്യാം. ക്ലച്ച് ഔട്ട് അതെ എന്നാ പരിപാടി? സെക്കൻഡ് ഗിയറിലിട്ടു നേരെ ഫ്രണ്ടിലേക്ക് ഗിയറിടണേ. ഡയറക്റ്റ് വിട്ടരുത്, ടെമ്പർ കുറച്ച് അങ്ങനെ തേട് കൊടുക്കും. അപ്പൊ അതൊക്കെ ക്ലച്ച് ഔട്ടിട്ട് നല്ല രണ്ടായിട്ടിട്. ഫുള്ളിട്ട് കേട്ടോ. രണ്ടായിട്ട് ഒന്ന് ന്യൂട്രൽ, അതിന് ശേഷം ന്യൂട്രൽ കയ്യിൽ വന്നതിന് ശേഷം അങ്ങനെ ഇടാവുള്ളൂ. എന്നാലേ അത് നേരെ പോവുള്ളൂ. നീ പ്രസ് കൂടുതൽ ശക്തി ചെയ്യുന്നോണ്ടാണ് ആ ബസ്സിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യല്ലേ. നേരെ വാണിയപ്പാറയ്ക്ക് ലിബിൻ എന്ന കയറ്റം വേണമെന്ന് പറഞ്ഞേ. അപ്പം അങ്ങനെയെങ്കിൽ വാണിയപ്പാറ കയറ്റം ഉണ്ണീച്ചപ്പള്ളിയുടെ അങ്ങോട്ട് പോവാം. ഭയങ്കര കയറ്റമുണ്ട് അവിടെയാ. അപ്പൊ ഇന്ന് വണ്ടിയുടെ നെല്ലും ബതിലും തിരിക്കും. എടാ കൈ രണ്ട് കൈ പിടിക്കും ലിബി. ഇവൻ ഏത് കാലം കൊണ്ടാ ബ്രേക്ക് ഔട്ടുന്നത്? ഈ കാലം മാറ്റം വലത് കാലം കൊണ്ട് മാത്രം ഉപയോഗിക്കും. എടാ ആ കാലാണോ നീ എടുത്ത് ബ്രേക്ക് വെച്ചേ? ഇടത് കാലം. എടാ ആക്സിഡന്റ് കൊടുക്കുന്ന കാലാണ് നീ വെക്കണ്ടേ ബ്രേക്കില്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചവിട്ടണ്ടേ. നേരെ അതാ പോകുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ, ഇതേരെ വരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. ലിബിനെ ആക്സിഡന്റ് എടുക്കുന്ന കാലാണ് ചവിട്ടണ്ടേ. ലിബിന്റെ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ ടോറസ് ഓടിക്കുന്ന പോലെ എക്സ്പ്രഷൻ. എല്ലൊട്ടിച്ച വണ്ടി ആയതുകൊണ്ട് പരിഗണന കിട്ടും കേട്ടോ. ഇവനെ നേരെ ഒന്നിടുന്നു, ഇട്ടു, ഇനി ഇട്. അങ്ങനെ അങ്ങനെ ഇട്ടു, അങ്ങനെ ഇടണം. അങ്ങനെ ഇടാവുള്ളൂ കേട്ടോ. അതിനുശേഷം ഗിയർ. ഓക്കെ, അങ്ങനെ ബ്രേക്ക് നല്ല കൺട്രോൾ ചെയ്താൽ മതി. കണ്ടമാനം സ്പീഡ് വേണ്ട കേട്ടോ. ആക്സിഡന്റ് കാലെടുത്തിട്ട് വേണം ടേൺ തിരിക്കാൻ. ഒരു ടേൺ വരുമ്പോൾ ആക്സിഡന്റ് കാല് അയച്ചിട്ട് വേണം ടേൺ തിരിക്കാൻ. അല്ലെങ്കിൽ വണ്ടി പാളിപ്പോകും, ട്രാക്ക് മാറിപ്പോകും. ഓക്കെ, നല്ല കണ്ടോ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോ? ട്രാക്കിൽ കൂടെ തന്നെ അങ്ങനെ എടുക്കാവുള്ളേ. ലോൺ അടിച്ചു കൊടുത്ത് നിർത്തും. ക്ലച്ച് ഔട്ട് ചെയ്ത് നടുക്കത്തെ അങ്ങനെ ചെയ്യും. ഇപ്പൊ തേർഡ് കറക്റ്റ് അല്ലേ വീണേ? രണ്ടായിട്ടും സൗണ്ടും ഇല്ല. ബലം കൊടുക്കുന്നോണ്ടാണ് ആ ടേണിങ് സ്മൂത്ത് ആയിട്ട് അങ്ങ് പിടിക്കാൻ. ബലം പിടിക്കുക, സ്പീഡ് കുറച്ച് ഓക്കെ. എത്ര നാളായിട്ട് ഇവൻ പഠിക്കാൻ തന്നെയായിരുന്നു. എന്നെ വണ്ടി മാറി ഓടിക്കട്ടെ, ചേട്ടൻ മാത്രം ഓടിച്ചാൽ മതിയായിരുന്നു. അതിനാ ഇവന് അങ്ങനെ പഠിക്കാൻ തോന്നാൻ ഞാൻ ചേട്ടൻ തന്നെ ഇത്രയും അവസരം ഉണ്ടായിട്ട് ലോകം മുഴുവനും കറങ്ങുന്ന ആള് ഡ്രൈവിംഗ് പഠിക്കാതിരിക്കും. ഏകദേശം സ്മൂത്ത് ആയിട്ടാ. ചേട്ടാ വലിയ വണ്ടി പഠിക്കുന്നതാണോ ചെറിയ വണ്ടി പഠിക്കുന്നതാണോ നല്ലേ? നമ്മൾ ചെറിയ വണ്ടിയെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 800 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വണ്ടി ഓടിക്കാം. ഏത് വണ്ടി ഓടിക്കാം. ലോറി ഓടിക്കാം, ബസ് ഓടിക്കാം. അതിന്റെ സിസ്റ്റങ്ങൾ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ഈ വണ്ടിയെ പഠിച്ചാൽ നമുക്ക് എടുക്കാം. ഐഡിയ മനസ്സിലായി. പവർ ഷെയറിംഗ് അല്ലല്ലോ ഇത്. അപ്പം അതിലേക്ക് വരുമ്പോൾ നമുക്ക് ക്ലച്ച് മുഴുവൻ ചേർക്കാം. ഓക്കെ, അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് വണ്ടി ഓടിക്കാം, സിമ്പിളായിട്ട് ഓടിക്കാം. ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ പവർ ഷെയറിംഗ് ഉള്ള വണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. തേർഡ് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ബസ് പണിതിറങ്ങിയിട്ട് ഞങ്ങൾ 3 ഡ്രൈവർമാരായിട്ട് ഒരു പോക്ക് പോകുന്നുണ്ട്. എവിടേക്കാന്നൊക്കെ പറയില്ല, അതൊക്കെ സർപ്രൈസ്. ചിലപ്പോൾ 2-3 മാസം അപ്പോഴേക്ക് നിങ്ങൾ തിരിച്ചു വരുള്ളല്ലോ. ജിബിക്കയുടെ കഴിവ് കല്ലടത്തേക്ക് ബസ് ഉണ്ട്, ഇടുക്കി വരെ ബസ് ഉണ്ട്. ഇവിടുന്ന് ഇടുക്കിക്ക് ബസ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അടിമാലിക്ക് ബസ് ഉണ്ട്. ആ സൈഡിൽ കിടപ്പുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടാ പോണ്ടേ? ഇത് അടിമാലി വണ്ടി കിടക്കുന്നു. പോളിമേരിയ ഇത് കിടക്കുന്നു അടിമാലി. ഇത് ഇവിടുന്ന് അടിമാലിക്ക് പോകുന്നുണ്ടോ? ഡെയിലി പോകും. ഇനിയാണ് കയറ്റം. ഇതല്ലേ ഫസ്റ്റ് ഗിയർ ഇട്ടു, നിർത്തി. പുറകോട്ട് പോകാതെ എടുക്കണേ. ഇതിന്റെ ചൂണ്ടൊക്കെ ചുണ്ടനയിലിരിക്കുന്നു. കൊടുക്കല് കാല് കൊടുക്കല് കാല് കൊടുക്കുക. കുറേശ്ശെ കൊടുത്താൽ അത് കൂടുതലാണ്. അങ്ങനെ കൊടുത്താൽ കയറിയാലോ. ഒന്നുകൂടെ നിർത്തിക്കേ. ഇതൊന്നും പിടിക്കാൻ പറ്റില്ല. അത് ഫസ്റ്റ് ഗിയർ തന്നെയല്ലേ. സാവകാശം, അതായത് ക്ലച്ചിൽ നിന്ന് കാലം എടുത്തോണ്ട് ഓടണ്ട. ഇവനെ പിടിക്കും.
അവിടെ നിർത്തിക്ക്. ഇത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ക്ലച്ച് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കുറച്ചായി കഴിയുമ്പോൾ വൈബ്രേഷൻ വരും. അന്നേരം ബ്രേക്ക് ലൂസാക്കി നോക്ക്. ക്ലച്ചക്കാൽ അവിടെ ഇരുന്നോട്ടെ, മെല്ലെ ബ്രേക്ക് ലൂസാക്കി നോക്ക്. ആയില്ല, നിർത്തണം എവിനെ. കാൽ വണ്ടി നിർത്തണം. ഞാൻ കാണിച്ചു തരാം. എവിൻ 2 കാലും എടുത്ത് ക്ലച്ച വണ്ടി നിൽക്കും നോക്കിയോണം. ഇത് എൻ്റെ അടുത്ത് ക്ലച്ചും ബ്രേക്കും മാത്രമാണ്. നോക്കണം, ക്ലച്ച വണ്ടി നിർത്തി കാണിച്ചു തരാവേ. ഇതുണ്ടോ, കണ്ടോ? ക്ലച്ച വണ്ടി നിന്നിട്ട് നീ ഇനി ആക്സിലേറ്റർ കുറേശ്ശെ കൊടുക്കണം. അപ്പോൾ വണ്ടി പോയിക്കോളൂ. അല്ല തിരക്ക് കൂട്ടരുത്. ഇതേപോലെ തന്നെ വേണം എടുക്കണം. ടൗണിൽ തിരക്കുള്ള ഇടത്തൊക്കെ ഇതുപോലെ എടുത്തില്ലെങ്കിൽ വണ്ടി ബേക്കോട്ട് പോകും. ബേക്കോട്ട് പോയാൽ ബേക്കിലുള്ള വണ്ടി കിട്ടിക്കും. പെട്ടെന്ന് എടുത്താൽ മുമ്പിലുള്ള വണ്ടി കിട്ടിക്കും. അപ്പോൾ ഇത്ര കറക്റ്റ് ചെയ്യണം. അല്ലേ? ക്ലച്ചൽ ആദ്യം നിർത്ത്. മെല്ലെ വലിക്കുക. ലിവിനെ മെല്ലെ പറ്റേ. ഇനി ആയില്ല, ബേക്കോട്ട് വന്നാലേ ആവുള്ളൂ. ഇനി ആയില്ല, മെല്ലെ ചെയ്താൽ. അതും ബ്രേക്ക് പതുക്കെ ലൂസാക്കി നോക്കി നിൽക്കുന്നുണ്ടോ? ഇല്ല. വീണ്ടും ക്ലച്ച് വലി. ഇനി നോക്കിയേ, കണ്ടോ വണ്ടി നിന്നു. ഇനി ആക്സിലേറ്റർ കുറേശ്ശെ കൊടുത്തേ. ഇതോടെ ഇരുന്നോട്ടെ. കൊടുത്തോണ്ടിരിക്കുക. ഇത് ലേശം ലൂസാക്കുക. കുറേശ്ശെ കൊടുക്കുക. അത് കൂടുതലാണ് കൊടുക്കുന്നത്. മോനെ കുറേശ്ശെ കൊടുത്ത് ലൂസാക്ക്. അത് തന്നെ. എടുത്തു മാറ്റണ്ട. കുറേശ്ശെ കൊടുക്കുക, ലൂസാക്കുക. അങ്ങനെയാണ് നമ്മൾ കയറ്റത്തിലൊക്കെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്തുന്നത്. അല്ലെ ബേക്കോട്ട് പോകും. ബ്രേക്ക് ശരിക്കും ബ്രേക്ക് ഔട്ടാതെ ക്ലച്ചിൽ തന്നെ വണ്ടി നിർത്തണം. മനസ്സിലായോ? ആ തണുപ്പത്തോണ്ട് നിർത്തിക്കും. സൈഡാക്കി നിർത്തണം കേട്ടോ. ബേക്കിലുള്ള വണ്ടിക്കാർക്ക് ശല്യമാവരുത്. സൈഡാക്കി നിർത്തുക. പഠിച്ചോ? ഇഷ്ടം പോലെ പഠിച്ചോ. അവിടെ നിർത്ത്. ഫ്രണ്ട് നല്ല ചെയ്യും. ബ്രേക്ക് അയച്ചു നോക്കിയേ. ഓക്കെ, ആയില്ല. ഒന്നുകൂടെ ക്ലച്ചും ബ്രേക്കിൻ്റെ അവിടെ സ്റ്റാർട്ട് ആക്കുക. വീണ്ടും ചെയ്യും. അതൊക്കെ ചെയ്താൽ മതി. തിരക്ക് കൂട്ടണ്ട. ക്ലച്ച് ഔട്ട്, ക്ലച്ചും ബ്രേക്ക് ഉരുണ്ടു പോകാതിരിക്കാനും ക്ലച്ച് ന്യൂട്രാവാനും. ആയില്ല. ഓക്കെ, ആക്ഷൻ കൊടുത്തോട് ക്ലച്ച് ലൂസാണ്. ഒത്തിരി അമർത്തണ്ടേ ഇതിനെ. പതുക്കെ. മനസ്സിലായല്ലോ? ഇതാണ് മെയിൻ സാധനം. നമുക്ക് പഠിക്കണം. കളി മൊത്തം. ടൗണില് ബ്ലോക്ക് ബോഗിനോ അങ്ങനെ എന്തോ അല്ലേ എന്റെ പേര്. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് പറയുക. പെതിയെ കൊടുക്കണം ആക്സിലേറ്റർ. ഇവനെ അത്ര പെട്ടെന്ന് ബ്രേക്ക് ചാലിയോട്ടെ, ക്ലച്ചിലും കൂടെ ചാലിയോട്ടെ. അങ്ങനെയുള്ള പെതിയ സമാധാനം. ബ്രേക്ക് കാലി വെക്കുക. എന്നിട്ട് അത് വലിക്കുക. എന്നിട്ട് ബാലൻസ് ആയി നിന്ന് മാറ്റി ചോട്ടിയാൽ മതി. ബ്രേക്ക് അങ്ങനെ ചവിട്ടോ, പെരിയ ചവിട്ടോ. കൊടുത്തോ? ആക്സിലേറ്റർ കൊടുത്തോണ്ട് ക്ലച്ച് ലൂസാക്കിയാൽ മതി. അനക്കം ബേക്കോട്ട് പോയാലും പേടിക്കണ്ട. ക്ലച്ച് ലൂസാക്കിയാൽ തരും. അത് ബേക്കോട്ട് ഇച്ചിരി പോയാലും നോക്കണ്ട. അന്നേരം ക്ലച്ച് എന്തോരം റിലീസ് കയറി വരും. അത് തന്നെ. പെട്ടെന്ന് എടുക്കരുത്. സാവകാശം ക്ലച്ച് വലിക്കാം. നോക്ക്. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ. മനസ്സിലായോ? ഇവൻ പെട്ടെന്ന് പാടില്ല ലിബി. വളരെ പെതിയ. ബാക്കിലിരുന്ന് പറയാൻ നല്ല സുഖം. അവിടെ പോയിരിക്കണം. ഇവിടത്തെ ഞാനൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ക്ലച്ച് താങ്ങി ഇതൊക്കെ താങ്ങി എന്തോരം ഓടിച്ചിട്ടുണ്ടെന്നറിയാവോ? മഞ്ഞത്തൊക്കെ ക്ലച്ച് ബ്രേക്കും ഇതൊക്കെ കംപ്ലൈന്റ് അതിരിച്ചു വരുമ്പോ നെഞ്ചിപ്പിക്കുള്ള കാരണം കഴിഞ്ഞു പോണു. സാധനം ഓടിച്ചു പോവാട്ടെ. നേരെ ഫ്രണ്ടിലേക്ക് പോട്ടെ. ഇപ്പം കിട്ടിയാലോ ഇവനെ പിടുത്തം? എന്നെ കിട്ടിയ പിടുത്തം കിട്ടിയ ക്ലച്ച് ഇല്ലേ? ഇപ്പം പെട്ടെന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നീ എങ്ങനെ നിർത്തുക? എന്നെ ചെയ്യാ? ക്ലച്ചും ബ്രേക്കും പിടിച്ച് കുറച്ച് ഓടിച്ച് കഴിയുമ്പം ഒന്ന് ഏലായിക്കോളും. എച്ചെടുക്കാൻ നേരത്തെ ഐഡിയ കിട്ടുമായിരിക്കും അല്ലേ ഏട്ടാ? എച്ചെടുക്കാൻ നേരത്തെ ഐഡിയ കിട്ടൂലേ? എച്ചെടുക്കാൻ നേരത്തെ ഐഡിയ കിട്ടും കേട്ടോ. എച്ചാണ് വിഷയം. എനിക്ക് വൺ വിഷയമാണ് എച്ച്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശരിയായില്ല. ലാസ്റ്റ് കമ്പി തട്ടിയില്ല പറഞ്ഞിട്ടുള്ള അവസ്ഥയല്ലേ ഞാൻ നിന്നേ. ഫൈനലി പിന്നെ ഇത് അങ്ങോട്ടോട്ട് നമ്മൾ പോകുന്നത് വാണിയപ്പാറ തട്ടിനാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം കയറ്റമുണ്ട്. ഇപ്പോൾ വണ്ടി കാണുമ്പോൾ നീ ഇങ്ങനെ ഇറക്കൊന്നും വേണ്ട. ആ നടുക്കത്തെ ലൈൻ തന്നെ ഇട്ടാൽ മതി. ഓ പൊളിഞ്ഞത്. അത്ര കൊടുക്കണ്ട.
വണ്ടി നമുക്ക് വിലക്ക് മേടിക്കാം. അതാ നല്ലത്. എന്തുകൊണ്ട് പിടിക്കും ഇത് കേറിയപ്പോ പെതിയെ എടുക്കല് പിന്നെ സമാധാനത്തോടുകൂടി. നല്ല ലൂസാക്കി ഒരുപാട് അമർത്താതിരിക്കുകയല്ലേ, പിന്നെ നല്ല ലൂസാക്കി കുറേ ആഴ്ച കൊടുത്താൽ ക്ലച്ച് കൊടുക്കാം. ഓ വീഡിയോക്ക് ഓളം കുറവുണ്ട് കേട്ടോ. ഞാൻ മിണ്ടാത്ത കാരണം തോന്നുന്നു ബഹളം കുറവുണ്ട് വീഡിയോയില്. ശരിക്കും പിന്നെ ഞാൻ നിന്നോട് എപ്പോഴും പറഞ്ഞില്ല, നീ വെപ്രാളത്തോടുകൂടി കീറും സാധനം ഒന്നും ഇടില്ല, സമാധാനത്തോടെ ഇടണം. കുറച്ച് ലെഫ്റ്റ് സൈഡ് ലോറി വരുന്ന വഴിയാ, തിരികെ നേരെ ഇവിടെ ക്രഷറാട്ടോ. ഇത് റീനയാണോ ബ്ലാക്ക് റോക്ക് ആണോ ചേട്ടാ? അത് ബ്ലാക്ക് റോക്കാ? ബ്ലാക്ക് റോക്ക്. ആ ഇത് ബ്ലാക്ക് റോക്ക്, അതിന്റെ മേലാണ് റീന. ഇതുണ്ടല്ലോ രാവിലെ തന്നെ ഞങ്ങളുടെ അവിടെ മറ്റേ ടക് 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 ശബ്ദം. സുപ്രഭാതത്തിന് ടക് ടക്കാ. ഇത് തട്ടുപള്ളിയുടെ അടുത്തെത്തി തോന്നുന്നു കേട്ടോ. അല്ല ചേട്ടാ, ഉണ്ണീശ പള്ളിയുടെ അടുത്തെത്തി തോന്നുന്നു. ഞങ്ങളുടെ നാടിന്റെ ഭംഗി കണ്ടോ സുഹൃത്തുക്കളെ? ഒന്നുമില്ല, ഇതിന്റെ അപ്പുറത്തോടെ എന്ത് രസമാണെന്നറിയാമോ? അല്ല ഇത് ബ്ലാക്ക് റോക്ക്. ഇത് ബ്ലാക്ക് റോക്ക്. ഇത് ഈ കാണുന്നത് റീന അവിടെ എവിടെയാ, വേറെ എവിടെ ആ സൈഡ് അല്ലേ? ഓ ഈ അതാണ് അതിർത്തി. അങ്ങനെ അല്ലടാ ലിവിനെ, വെറുതെ ഞെക്കിയാ മതി. പള്ളിയിലേക്ക് കയറ്റിക്കോ. നേരെ കവല പോയി തിരിക്കും, അവിടെ പോയി തിരിച്ചു വരാം. സെക്കൻഡ് വേഗം നല്ല കൊടുക്കല്ലേ ലിവി. മെല്ലെ ചെയ്യേ പോട്ടെ. നീ ഇത് പഠിക്കുമ്പോ അത് മറന്നു പോവാ. ഫ്രണ്ട് കൊണ്ട് ചവിട്ടി, നീ കാല് കുറെ കയറ്റി ഒക്കെ ഉണ്ടാക്കി വെക്കുന്നില്ല. ആ സേഫി പറഞ്ഞതൊന്നുമില്ല, നമ്മൾ പറഞ്ഞത് മാത്രമേ ഉണ്ടാവൂ. ഇത് കഴിഞ്ഞ് തെച്ചെടുക്കുമ്പോ അവിടെ കോമഡി സംഭവിക്കാൻ പോകുന്നുണ്ടോ? കാരണം തെച്ചെടുക്കാൻ അറിയത്തില്ലോ. ഞാനിപ്പോഴേ പറയാം, എനിക്ക് വെച്ചെടുക്കാൻ അറിയത്തില്ല. ഇനി എന്നെ ചെയ്ത് പറയണ്ടാരും. എന്റെ കോൺസെൻട്രേഷൻ പരമാവധി. ഇത് എ സി ഉള്ള മോഡലാണ് ചേട്ടാ. ആ ഇത് എ സി ഉള്ള മോഡലാട്ടോ. 800 എ സി ഇട്ട് കഴിഞ്ഞാൽ വലി പോകും, വലി കുറയും. എവിടെ എത്തിയടാ? ചോദിച്ചു വെച്ച വഴിയാട്ടോ. എല്ലാരോടും ഞാൻ പോവാൻ സമയം എടുക്കുന്നു. ഈ കാണുന്ന ഇവിടുന്ന് റിവേഴ്സ് എടുക്കും കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത ദൗത്യം. ഞാൻ രക്ഷപ്പെട്ടു ചേട്ടാ. ഇത് ഇവര് സ്വന്തം ടാർ ചെയ്യുന്നുണ്ട് കേട്ടോ. റീനയും ഈ പിന്നെ ബ്ലാക്ക് റോക്കും. അങ്ങനെ ചെയ്യണം. എന്താണ് ആൾക്കാർക്ക് ഉള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. നമ്മളിവിടെ പിന്നെ ഇറക്കുന്നതിന് പൈസ കുറവല്ലേ, നമ്മുടെ പഞ്ചായത്തിൽ ഇറക്കുന്നതിന്. അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ, അറിയില്ല. സമാധാനത്തിൽ കൊടുക്കില്ല. തിരിക്കാൻ പറയുമ്പോ ലിബിരുന്ന് തിരിയുവാ. ക്ലച്ച് വലിച്ച് ക്ലച്ച് നിർത്ത്, സാവകാശം ചെയ്യും. നീ ആദ്യം ബ്രേക്ക് കാലി ഓട്ടറാ, എന്നിട്ട് ക്ലച്ച് വണ്ടി കിട്ടിയെന്ന് പറയുമ്പോ സ്റ്റിയറിംഗും ഗിയർ ബോക്സും ആക്സിലേറ്റർ ഒക്കെ ലിബി ഏകദേശം തീരുമാനമാക്കും. പോയാ മതി. ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓടിച്ചിട്ട് ഈ വണ്ടിക്ക് വല്ല പണിയും വന്നായിരുന്നോ? അറിയത്തില്ലോ. അല്ല ചേട്ടൻ മോന് വർക്ക്ഷോപ്പിലല്ലേ? ഇപ്പൊ പണി വന്നിട്ടുണ്ട്, ലൈറ്റ് കത്തിയിട്ടുണ്ട്, വാണിംഗ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇതുവരെ ലൈറ്റ് ഇല്ലായിരുന്നു, ക്ലച്ച് വേണ്ട. അപ്പൊ വാണിംഗ് ലൈറ്റ് കത്തി കാണുന്നുണ്ട്, അതിൽ നോക്കണം എന്നാ പറ്റിയത്. എങ്ങനെ ഇരിക്കണ് ഞാൻ പറയുമ്പോഴല്ലേ കുഴപ്പം. ഇപ്പൊ എങ്ങനെ ഇരിക്കും? ഓടിക്കുമ്പോ അത് വേണ്ട, ഓടിച്ചു കഴിഞ്ഞിട്ട് വെച്ച് തരും. ഇല്ലടാ, ഞാൻ നിങ്ങളുടെ സ്നേഹപൂർവ്വം നിനക്ക് തന്നിരിക്കുന്നു. വേണ്ട, അങ്ങനെ ഒരു ഇതന്നെ വിളിക്കും. അഭിരാമിക്ക് അടുത്ത ദിവസം കൊടുത്തോളാം, വെച്ച് കഴിഞ്ഞു പോരെ. ഞാൻ ഉണ്ടല്ലോ ഇവിടെ, ഇവനല്ലേ ഇവിടെ ഇല്ലാത്ത.
വളരെ അതായത് നമ്മൾ ലിവിന് വളവിനൊക്കെ 2 കൈ കൂട്ടി പിടിക്കണം. അല്ല ഇറക്കം ഇറക്കാൻ നേരത്തെ നമ്മൾ എൻജിൻ സ്പീഡ് എടുക്കണ്ടേ? വേണം. അത് വലിയ ഭയങ്കര വളം. ഒരു യാത്ര പോകുമ്പോ എബി വണ്ടി ഓടിക്കുമ്പോ ഇവ നിയന്ത്രിക്കുന്നേ, പക്ഷെ ആ സംഭവം ഇവിടെ വരുന്നില്ല. ലിബിന് മനസ്സിലുണ്ട് സാധനം. വണ്ടി നമുക്ക് ഇഷ്ടമുള്ളവർ പോകാൻ വെച്ചാല് ചെറിയ വളവ് ഇറക്കമൊക്കെ ആണെങ്കിൽ നമ്മൾ സെക്കൻഡിലും തേർഡിലും ഒക്കെ പോകും. മനസ്സിലായോ? ലോഡ് ഇല്ലല്ലോ. ലോഡുള്ള വണ്ടിക്ക് അങ്ങനെ സ്പീഡിൽ പോകാൻ പറ്റുമോ? വളച്ചാ കിട്ടുമോ? ഇല്ല. എബിയെ ഇതുപോലെ ഇറക്കിയത് എൻജിൻ സ്പീഡിൽ ലഡാക്കി വെച്ച് ലാസ്റ്റ് എക്സലേറ്റർ ഇതും എല്ലാം കത്തി പോയിട്ട് ഞങ്ങൾ ഒരാഴ്ച ലഡാക്കിൽ മഞ്ഞി കിടന്നേ. എൻജിൻ കത്തി പോയി. കഴിവാ ഇവള് പറഞ്ഞത് നമ്മുടെ ബസ്സില്ലേ, ബസ്സായിട്ട് അതെന്നെ സംബന്ധിച്ചാൽ 5th ഗിയറിൽ നിന്ന് പെട്ടെന്ന് ഞാൻ 2nd ഗിയർ 1st ഗിയറിലേക്ക് ഇട്ടു. എഞ്ചിന്റെ മറ്റേ ക്രാം ഷാഫ്റ്റും അതെല്ലാം കൂടെ പൊളിഞ്ഞു പോയിട്ടോ. 10 ദിവസം ഞങ്ങൾ ആ മഞ്ഞത്ത് 14 ദിവസം ഞങ്ങൾ ആ മഞ്ഞത്ത് കിടന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇവിടെ എല്ലാരും പറയുന്നേ ഇവന്മാരോ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന, ഈ ലോകം മൊത്തം കറങ്ങുന്ന ഇവന്മാർക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കും. എല്ലാവർക്കും അതിശയമാണ്. നിനക്ക് ഡ്രൈവിംഗ് അറിയില്ലെന്ന് ഇവിടെ ആർക്കും അറിയത്തില്ലടാ. ഇപ്പൊ എല്ലാരും അറിഞ്ഞു. ഇനിയിപ്പോ ഇവിടെ പഞ്ചായത്തിൽ ആരും അറിയാത്തായിട്ടില്ല. ഇറക്കമാട്ടോ, നല്ല കുത്തനുള്ള ഇറക്കമാണോ? അത് ഇറക്കമാട്ടോ. ഓക്കെ രവി, എന്നാ വണ്ടി ഓക്കെ എന്നല്ല, ലൈറ്റ് ഒക്കെ കിട്ടോ? ഇല്ല പൂത്തിരി കത്തുന്നവനാ, പല നിറത്തിലാ. വിഷുവിനൊക്കെ സാധാരണ പടക്കം പൊട്ടിക്കണം, ഇങ്ങനെ പല കളർ വരുന്നത്. മിക്കത് ഈ വണ്ടി കയ്യിലെടുക്കും. ഇവിടെ ലിവിൻ കൊണ്ട് തിരിച്ചു വെച്ചോട്ടെ. ഞങ്ങൾ വെള്ളം മേടിക്കാണ്. എന്നാ വേണ്ട ചേട്ടന്? മാസം. എന്നാ ഞങ്ങൾ മേടിച്ചിട്ട് ചേട്ടാ. ലിവിനോടെ തിരിയും പരിപാടിയൊക്കെ കേട്ടോ. ഞാൻ വാഴത്തോപ്പില് അല്ലെങ്കിൽ ചന്തയുടെ കോട്ടോളില് ചേച്ചിമാർക്ക് ഇവിടെ അന്തം വിട്ട് നോക്കിയിരിക്കുക. ഞങ്ങൾ വെള്ളം മേടിക്കാണ്ട് വന്നാട്ടാ. ചേട്ടൻ അടി വേണ്ട? ലിബി വെള്ളം ഇതും മെയിൻലി ഗ്രൗണ്ടിൽ എത്തിട്ടോ. വണ്ടിയുടെ സാധനമൊക്കെ തുറന്നു വെച്ചിട്ടേ ഗിയർ ബോക്സും കത്തിച്ച് ഇവിടെ നോട്ടം നോക്കി, ഇവിടെ നോക്കി നിൽക്കുക കേട്ടോ. ഫൈനലി ഗ്രൗണ്ടിൽ വണ്ടി കയറ്റി. ഇനിയിപ്പോൾ എച്ചിനുള്ള കമ്പി അവിടെ കുത്തി കഴിഞ്ഞാൽ ഏകദേശം പരിപാടി കഴിഞ്ഞു. ഇനി എച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത കർത്തവ്യം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സെറ്റപ്പും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. ചേട്ടൻ എന്നാ തുറന്നു നോക്കുന്നുണ്ട്? അതിനായിട്ട് ഇല്ലല്ലോ, ഓയിൽ കുറവുണ്ടോ? അങ്ങനെ കത്തിപ്പോകാൻ വകുപ്പില്ലല്ലോ. ഗൈസ് ഇതിന് കറക്റ്റ് കണക്കുണ്ട് കേട്ടോ. മെഷർമെന്റിലാണ് ഇത് അളന്ന് ഈ സാധനം തിട്ടപ്പെടുത്തി ഇത് അടിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത് ജീവിതത്തില്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ലാസ്റ്റ് ആയപ്പോ ആശാൻ പറഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞു. ഇനി കുറച്ച് വണ്ടി കത്തിപ്പോയി. ഇനിയും കുറച്ച് ശിഷ്യന്മാർക്ക് പഠിപ്പിക്കണോ? നീ പൊക്കോ നിർത്തിയാ? അല്ല, ഞാൻ കുറച്ച് 2 വട്ടം 3 വട്ടം എടുത്തു. എന്റെ കുറച്ച് പൊക്കോ വണ്ടിക്കും ബാക്കി വേണം. തട്ടിയില്ല. ആശാണ്ടല്ലോ പാവം. ഞാനിപ്പോഴും ആലോചിക്കുന്നു, പാവം പുള്ളി എല്ലാം അടിക്കുമല്ലേ, ഇവനെല്ലാം ഇടിച്ചു പൊളിക്കും. വണ്ടി ആയതുകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ പോറും, പെയിന്റ് അടിച്ചു കൊടുക്കേണ്ടി. സത്യം. ഫൗണ്ടേഷൻ മേടിച്ചു തന്നിട്ട് ഞാൻ മുഖത്തിട്ടിട്ട് അത് കളയുന്നതാന്ന് 30 രൂപയുടെ ഒരു കുട്ടി കുറവ് മേടിച്ചു തരും. അതും ഞാൻ മറ്റേ ഇതും പെരട്ട് ചെയ്തിട്ടാ പോത്തറിണേ. എന്നിട്ട് പറയാം അതിന്റെ ഇതൊക്കെ പുട്ടിയൊക്കെ പോയിന്ന്. എന്ത് ചെയ്യാനാ ഗൈസ്? അങ്ങനെയല്ലേ പിന്നെ കാര്യങ്ങൾ. ഇത് തേക്കാൻ പാടില്ല. എന്റെ ചേട്ടൻ പണ്ടിറക്കിയാലല്ലേ തേക്കാൻ പറ്റൂ. മാക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഞാനിപ്പോ ഉണ്ടല്ലോ ഈ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത്. മാക്കിന് വരും. അങ്ങനെയൊന്നും മനസ്സിലായില്ലേ? പുള്ളിക്കാരൻ എന്താണോ പറയുന്നത് അത് ചെയ്യും. തട്ടിക്കൽ തന്നെ വമ്പം പണിയായിട്ട്. ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് എച്ചെടുക്കുന്നത്. ഞങ്ങൾ എച്ചിന്റെ ക്ലാസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ വൈകുന്നേരമാണ് ഈ ക്ലാസ് ഏറ്റവും ചേട്ടനോ? ആ ചേട്ടനെ സാധാരണ ഞാൻ അങ്ങനെ വിളിക്കാറില്ലല്ലോ. ചേട്ടാണോ? ഈ കാണുന്ന കളറിൽ നിറത്തിലുള്ള വള്ളികളെല്ലാം ഇപ്പം കെട്ടി തുടങ്ങും കേട്ടോ. അതെല്ലാം കെട്ടി തുടങ്ങിയിട്ടാണ് ഈ ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കാം. അവിടെ
മോളുടെ ഭർത്താവ്. ചേട്ടാ ഇത് ശരിക്കും അവിടെ നമ്മൾ കണ്ടിന്യൂസ് നിർത്തി കഴിഞ്ഞാൽ ഔട്ടല്ലേ? നിർത്താൻ പാടില്ല. എച്ചെടുക്കുമ്പോൾ നിർത്താൻ പാടില്ല, കമ്പി തട്ടാൻ പാടില്ല. മൂവ്മെന്റിൽ തന്നെ എടുക്കണം. പഠിക്കുന്ന കുട്ടികളെ നിർത്തി ആദ്യം പഠിക്കുക. അതിനുശേഷം ഒരു പ്രാവശ്യം ക്ലാസ് കൊടുക്കുന്ന 3 ട്രിപ്പാണ് ഒരു ക്ലാസ്സിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് 2 ട്രിപ്പ് നിർത്തിയെടുത്തു. അതിനുശേഷം 3ാമത്തെ എടുക്കുമ്പോൾ കൊച്ചു നിർത്താതെ എടുക്കണം. ഒരു പ്രാവശ്യം ഞാൻ എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് എച്ചെന്ന്. നിർത്തി കഴിഞ്ഞാൽ തോറ്റു പോകും. ആദ്യം വരെ വിസിലടിക്കും. അതെ, വിസിലടിച്ചാൽ പുറത്തിറങ്ങാം. ലിവി കൊടുത്ത് പോകണോ? വേണ്ട, പുറത്ത് നിന്ന് കണ്ടാ മതി. ഒറ്റ പ്രാവശ്യം എടുത്ത് കാണിക്കും. നിനക്ക് ഐഡിയ കിട്ടിയടാ? ഐഡിയ കിട്ടി. അങ്ങനെ പുള്ളിക്കാരൻ ചെയ്യും. അത് കണ്ടിട്ട് നമ്മൾ അതേപോലെ ചെയ്യും. ആ അവിടുന്ന് ഷോൾഡർ നോക്കി അതൊരു ഐഡിയ ഉണ്ട്. ഞാൻ നോക്കിയിട്ട് തിരിക്കണം. അതാ എടുക്കട്ടോ. ഫ്രണ്ടിൽ 2 പുത്തൻ ടയറാട്ടോ. കുഴപ്പമില്ല. ഇപ്പൊ എങ്ങനെ എടുക്കുന്നത് പുള്ളിക്കാരൻ കാണിച്ചു തരും കേട്ടോ. അത് നോക്കി പഠിക്കണം കേട്ടോ ലിവിനെ. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് അവിടുന്ന് കറക്റ്റ് കെട്ടൂല. കണ്ട ഇതേപോലെ ലിവിനെ വണ്ടി സാവധാനത്തിൽ കൊണ്ടുപോകണം, എന്നാലും പഠിക്കുള്ളൂ. നമ്മൾ സാവധാനത്തിൽ പഠിച്ചാൽ പിന്നെ എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് സ്പീഡായ കുഴപ്പമില്ല. ഇത് കറക്റ്റ് കണ്ടോ കേട്ടോ. ഒരു ഡ്രോൺ ഇട്ടായിരുന്നു സൂപ്പറായിട്ട് കാണാൻ. നെച്ച് എടുക്കാൻ മറന്നുപോയി. പുള്ളി എടുത്തോണ്ട് വന്നു. നേരെ ഫ്രണ്ടിലേക്ക് വരും. അവിടെ നേരെ അങ്ങോട്ട് വരണ്ട. സെന്റർ വന്നാൽ കമ്പിക്ക് ഔട്ടായി വെക്കും. കേട്ടോ, കാർ ഫുള്ള് ഇറങ്ങണം. അതിനുശേഷം റിവേഴ്സ് ഗിയർ ഇടും. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. ഇങ്ങനെ നോക്കുക കേട്ടോ. ചേട്ടാ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ച് ഇതാ ഇങ്ങനെ നോക്കി പോയിന്റ് എത്തി തിരിച്ചു കേട്ടോ. ഫുൾ ടൈറ്റ് ആക്കി. ഇനി നമ്മൾ ഫ്രണ്ട് നോക്കുക. വണ്ടി നേരെ ആകുന്നത് ഫ്രണ്ട് നോക്കുക. ഫ്രണ്ട് നോക്കി വണ്ടി നേരെ ആവണം. വണ്ടി നേരെ ആകുമ്പോൾ എന്ത് ചെയ്യണം? 2 പ്രാവശ്യം തിരിക്കുക. നോക്കിയേ, 1 2. പെട്ടെന്ന് തലയിരിച്ച് നോക്കി. 2 പറയുമ്പോൾ സ്റ്റിയറിംഗ് നേരെയായി. ആ കമ്പി നമ്മുടെ ക്ലാസ്സിൽ കാണണം. ആ കമ്പി നമ്മുടെ ക്വാർട്ടർ ക്ലാസ്സിലോട്ടോ കണ്ടു കഴിയുമ്പോൾ ഫുള്ള് തിരിച്ചു. ആ കമ്പി നമ്മുടെ ക്ലാസ്സിൽ കണ്ടു, ഫുള്ള് തിരിച്ചു. ഇനി താഴേക്ക് നോക്കണം. വണ്ടി നേരെ ആകും. ആ ട്രാക്കിൽ നോക്കണം. വണ്ടി നേരെ ആകും. നേരെയായി 2 പ്രാവശ്യം. 2. അവിടുന്ന് പുറത്തിറക്കണം. ഇറങ്ങിയതുണ്ടോ? പുറത്തിറങ്ങി. ഒന്നു കമ്പിക്ക് പുറത്ത് കൊണ്ട് വെച്ചു. അതിനുശേഷം റിവേഴ്സ് ഗിയർ ഇടുന്നു. ആ കമ്പി കാണും. ഏത് ക്ലാസ്സിലാണ് കാണണ്ടേ? ക്വാർട്ടർ ക്ലാസ്സിൽ. ഈ ക്വാർട്ടർ ക്ലാസ്. ആ എഴുത്തെ കാണും. ആ എഴുത്തെ കാണും. അവിടെ കാണും കേട്ടോ. ഇങ്ങനെ ബേക്കോട്ട് ഇങ്ങനെ തന്നെ നോക്കിക്കോ. അതായത് എടുത്തെടുത്ത് തന്നെ കൊണ്ട് തിരിച്ചു വെക്കണം ലിവിനെ. ആ എന്നാലേ എച്ച് പൂർത്തിയാവുള്ളൂ. വണ്ടി തിരിച്ചെടുക്കുന്നുണ്ടോ? ഉണ്ടോ കണ്ടോ കണ്ടോ? പോരെ 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 പോയിക്കോ ലിബി പോക്കോ. കുറച്ച് സമയമുള്ളത് അവനെ കൂടുതൽ പഠിപ്പിക്കണമെന്ന്. എനിക്ക് സമയം ഇങ്ങനെ എടുക്കല്ലേ, ഞാൻ എവിടെയും പോണില്ലല്ലോ. അതിന് ലിബിന് ആവേശഭരിതമായി ചോദിച്ചെടുത്ത റൂട്ട്. അതാണെങ്കിലോ വലിയ വള്ളി കിട്ടും, അപ്പൊ അതിനൊക്കെ വലിയ വള്ളയും. ഫൈനലി ലിബി കയറി കേട്ടോ. കയറിയോ? ഗൈസ് ലിബിന് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ചേട്ടൻ കയറിയിരിക്കും നമ്മുടെ കൂടെ. എൻ്റെ കൂടെ വന്നിരുന്നിട്ട് ചേട്ടൻ പിന്നെ മനസ്സിലായി പുറത്തുനിന്ന് നോക്കിയാലേ ഏകദേശം ഉള്ള തീരുമാനമാവുള്ളൂ എന്ന്. ചേട്ടൻ പുറത്തുനിന്ന് പറഞ്ഞോടാ നോക്കി. ലിവിനെ ക്ലച്ചിട്ട് എടുക്കുന്നത് എങ്ങനെയാണാവോ? ആ ക്ലച്ചിട്ട് എടുക്കൽ റെഡി ആയി കഴിഞ്ഞാൽ ശരി. ഓക്കെ ഈ ചേട്ടൻ ക്ഷമേനെ കേട്ടോ നമ്മൾ സമ്മതിക്കണ്ടേ. ഞാനായാലും എന്തേതാ വിട്ടുകൊടുക്കില്ല, ലിബിനും വിട്ടുകൊടുക്കില്ല. ചേട്ടൻ്റെ ക്ഷമയുണ്ടല്ലോ. എബിക്കാണെങ്കിൽ എന്നെ തലക്കിട്ട് അടി തന്നിപ്പോ വേറെന്നറിയോ? എടുത്തില്ലടി. ലിബി പ്രാർത്ഥിക്കുക ഒരു തെന്മ പറയാൻ കഴിഞ്ഞിട്ടേക്ക് എടുക്കുള്ളൂ. ആ ലിബി വണ്ടി എടുത്തു കേട്ടോ. ലിബി വണ്ടി എടുത്തു. ഞാൻ ചെറിയ ഷോട്ട് എടുക്കാം എന്ന് വിചാരിച്ചു. എല്ലാ ഷോട്ടുകളും കൂടി ഒരു വലിയ ചാനൽ വരുന്ന അഭിരാമി ബിൻ. അതാണല്ലോ നമ്മുടെ ഹൈലൈറ്റ് മെയിൻ. ലിബി എടുത്തോട്ടോ.
ക്ലച്ച് ബ്രേക്ക്. ഓക്കെ, ഇനി റിവേഴ്സ് ചെയ്തിട്ടു. നമ്മൾ ചേട്ടൻ പറഞ്ഞ പോയിന്റ് നോക്കാം. സമാധാനത്തിൽ റിവേഴ്സ് വീണില്ലേ, അത് നോക്കാം. ഇവിടെ ചുണ്ട് പോകുന്ന കാണുമ്പോഴാ എക്സ്പ്രഷനാണ് അവാർഡ് കൊടുക്കുന്നത്. വേഗം തിരിക്കണം, ടൈറ്റ് പിടിക്കില്ല ഇവനെ. ആ ഇനി പതുക്കെ നല്ല വാ. ഈ ഫ്രണ്ട് നേരെ ആവുന്ന വരെ ഫ്രണ്ട് നേരെ ആവണം. പതുക്കെ സ്ലോയില്. ആ 2 പ്രാവശ്യം വേഗം. ആ മൂമെന്റ് ഒന്നോടെ തിരികെ. ആ കമ്പി അടയാളം അടയാളം. അവിടെ ലിവിനെ നിർത്ത്. തിരിഞ്ഞു നോക്കടാ ക്വാർട്ടർ ഗ്ലാസ്. അപ്പുറത്ത് തിരി. നിങ്ങൾ മൈസൂരല്ലോ. ഫുൾ ടൈറ്റ് വേഗം തിരിക്കില്ല. അങ്ങനെ വിടുന്നു. ഇനി നേരെ യാത്ര വരെ പതുക്കെ ബ്രേക്ക് വിടുക. ക്ലച്ച് മെല്ലെ ലൂസാക്കുക, ഉരുളാൻ വേണ്ടി മാത്രം. ഇനി വണ്ടി നേരെ ആകുന്ന അങ്ങനെ തന്നെ പിടിക്കും, ലൂസാക്കരുതേ. ഇങ്ങോട്ട് നോക്കി, എന്നെ നേരെ നോക്കി, ഇങ്ങോട്ട് നേരെ ആവും. പതുക്കെ സ്പീഡ് കുറയ്ക്ക്. പോട്ടെ. ആ 2 പ്രാവശ്യം. ഒന്നുകൂടെ. ആ പോട്ടെ. ഈ ലൈൻ ചേർന്ന് പോയി. കമ്പി തട്ടാതെ കിട്ടിയാൽ മതി. ആണോ? ഇനി സെന്ററിലേക്ക് വാ. ഇങ്ങനെ സെന്ററിലേക്ക് വാ. ഫസ്റ്റ് ഇട്ട് ഈ സെന്റർ കൂട്ടി വാ. ക്ലച്ച് ബ്രേക്ക് എപ്പോഴും പതുക്കെ ആയതുകൊണ്ട് ക്ലച്ച് ആദ്യം നമുക്ക്, അതിന് ശേഷം ബ്രേക്ക് എടുക്കാം. ഇനി റിവേഴ്സ് ചെയ്തിട്ട് ഈ ഗ്ലാസ്സിൽ അടയാളം കാണാം. പക്ഷേ എടുത്തുട്ട് ആ കാര്യത്തിൽ സമ്മതിക്കാൻ ഞാനിത് എന്നെ കൊണ്ട് ഒക്കുണ്ടായിരുന്നില്ല. ഞാൻ എടുത്തില്ല. ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും എടുത്തില്ലായിരുന്നു. ചങ്ങനാശ്ശേരി വണ്ടിയാണല്ലോ. ലിവിനെ ഓഫ് ആവുന്ന കാണുമ്പോൾ ക്ലച്ച് ചവിട്ടിക്കണം. എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ ഫിനിഷ് ചെയ്യണം. പോയിന്റ് കഴിഞ്ഞു പോയില്ല. അല്ലെങ്കിൽ ഈ ഫുൾ അടിക്കും. ഇങ്ങോട്ട് വെള്ളം ഫുൾ അടിക്കും. ഞാൻ കുടിക്കും ഫുൾ ടൈറ്റ്. ഇങ്ങനെ വരണം, പതുക്കെ വരിക, വണ്ടി നേരെയാകുക, അടുത്ത പോയിന്റ് നോക്കാം. ഫസ്റ്റത്തെ അച്ഛനെ നല്ല പോലെ എടുത്തുല്ലോ, അതിൽ ഞാൻ സമ്മതിക്കുന്നു. ഇതന്നെ അന്നെങ്കിൽ നിങ്ങൾ പുകത്തണം. അതിലാണ് ഇതിന്റെ പരിപാടി. കിട്ടിയതല്ലേ? കിട്ടുന്നതൊക്കെ കിട്ടിയപ്പോ നല്ല സുഖം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് കറക്റ്റ് പോവാട്ടോ. കിട്ടിയെന്ന് തോന്നുന്നു. കിട്ടി. 10 വട്ടം എടുത്ത് കഴിഞ്ഞാൽ ശരിയാവും. അതെ പക്ഷെ ഒന്നും കൂടെ ലെവലാണോന്നേ ഉള്ളൂ. ലെവലാണോന്നല്ലേ ഉള്ളൂ. ആണോ? ഒരു ഡ്രൈവറുടെ അടുത്ത് താക്കോൽ എടുത്ത് കൊടുത്താലും പെട്ടെന്ന് കിട്ടിയല്ല. ആണോ? അവര് കൊണ്ട് കളയും. ഇന്നാളെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ഇവിടെ. ചേട്ടൻ അവിടെ വന്നിരുന്നു. ചേട്ടൻ മതിയായിട്ട് അവൻ ഇതിനുള്ളിൽ കുത്തി തിരിച്ച് എടുക്കുവാ. ഇനി നീ കളി. ഞാനില്ല. അടുത്തെടുക്കുക കേട്ടോ. ഇവന് ഓഫായി പോകുന്നുണ്ട്. അപ്പം ക്ലച്ച് ഓട്ടിക്കണേ. സോണിയ ഗ്രൗണ്ടിൽ ഇറങ്ങിയൊക്കെയാണ്. ഐശ്വര്യപൂർവ്വം തട്ടിച്ചു ഗൈസ്. തിരിച്ചെടുത്തോണ്ട് വേണം. ഇങ്ങോട്ട് തന്നെ ഓടിച്ചോണ്ട് വാ ലിബി. എല്ലാം കഴിയുന്നു. ഇപ്പൊ കേറ്റി അയറാക്കിണ്ടല്ലോ പറഞ്ഞിട്ട് പോയി. അടുത്ത ഇതിന് പോവാട്ടോ. ഇത് ഏകദേശം ലിബിന്റെ അഭിമാന പ്രശ്നമാണ്. ഫസ്റ്റത്തെ ശരിയാക്കി, ഇനി ശരിയാക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ
അഭിമാനപ്പെട്ട കപ്പലില് എത്തേണ്ട അവസ്ഥ വരും. ലിബി പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ശ്രമിക്കുന്നോറില്ല ഇവിടെ ചുണ്ടിട്ട് നീളം കൂടി കൂടി വരും. ഇതാണ് വീട്. ഞങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരു ചേച്ചിയാണ്. ഞങ്ങളപ്പം ചേച്ചിയുടെ വീട് ഇവിടെ തൊട്ട് താഴെ കേട്ടോ. അപ്പം ചേച്ചി കഴിഞ്ഞ ദിവസത്തെ ഡ്രൈവിംഗ് വീഡിയോ കണ്ടപ്പം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ചേച്ചി ഇവിടെ എത്തിയാണ്. ചേച്ചിയുടെ പേരെന്നാ? ബീന ചേച്ചി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കടയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എവിടെ വെച്ച് കണ്ടാലും ചേച്ചി വന്നിട്ട് നിങ്ങളുടെ വിശേഷം ചോദിക്കും. നിങ്ങൾ നാട്ടിലില്ലെങ്കിൽ ചേച്ചി എല്ലാ വീഡിയോയും കാണും. എല്ലാ വീഡിയോയും കാണും. സബ്സ്ക്രൈബറാ ചേച്ചി എല്ലാ വീഡിയോയും കാണും. ബീന ചേച്ചി എന്നാണ് പേര്. ഇപ്പൊ ഇതിലെ വന്നിട്ടത് ഇവിടെ വന്ന് അല്ല കഴിഞ്ഞ ദിവസം വീഡിയോ വീഡിയോ ഒന്ന് മനസ്സിലായില്ലേ? ആ ശരി കേട്ടോ. ഈ വീട്ടിലാണ് ചേച്ചി താമസിക്കുന്നത്. അപ്പം ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ചേച്ചി പുറത്തിറങ്ങി ഞങ്ങളുടെ ഒച്ച കേട്ടു. അപ്പൊ അങ്ങനെ ചേച്ചി വന്നതാണ് അല്ലേ? ആ താങ്ക് യു ചേച്ചി. അതേ സമയത്ത് തന്നെ ലിബി അവിടെ പിന്നെ അതെ ഗിയർ ബോക്സ് തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. പാവൻ ചേട്ടൻ ഇഷ എണ്ണ വരയ്ക്കുകയാണ്. ആ ഒരു ലെവല് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ കേട്ടോ. ആ ലെവല് കിട്ടലാണ് പാട്. ആ ഒരു ലെവല് കിട്ടണം. കണ്ടോ ഇത് കറക്റ്റ് ഇങ്ങനെ നടുക്ക് സെന്ററിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ കേട്ടോ. അതിന് ഫ്രണ്ട് മാത്രം നോക്കിയിരുന്നാൽ ഇനി വണ്ടി ലെവലാകുമ്പോൾ വീല് നേരെയാക്കാം. പിന്നെ വണ്ടി കറക്റ്റ് സെന്ററിലാകുമ്പോൾ വീല് നേരെയാക്കും. പെതിയെ പോയി എന്നതായി പിന്നെ ഇത് വണ്ടി നേരെയാണ് പിന്നെ വണ്ടി വളഞ്ഞ ഇത് വണ്ടി നേരെയാണ് പിന്നെ നേരെയാകുമ്പോൾ വീല് നേരെയാക്കല്ലേ പറഞ്ഞ പിന്നെ. അപ്പൊ അങ്ങനെ ആക്കി കഴിയുമ്പോൾ അതാ ബേക്ക് പോയി അവിടെ ഇടിക്കൂലേ? ശ്രദ്ധിക്കൂ നേരെയൊക്കെ പോയിട്ടോ. നേരെയൊക്കെ ടയർ നേരെയല്ല. നടുക്കൂടെ പിടിക്കുന്നുണ്ട് ഇതിനെ. ഐഡിയ മനസ്സിലായോ? പെതിയെ പെതിയെ പ്രാളം പോയിട്ട് ഒരു കാര്യമില്ല. പോട്ടെ നേരെ അങ്ങ് പോട്ടെ 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 പോട്ടെ. ഒരാൾ ഇറങ്ങി. സന്തോഷം. സംഭവം കഴിഞ്ഞു. ഐഡിയ കിട്ടിയോ? ഇത് ഇവിടെ നിന്നുള്ള ഐഡിയ പിടിച്ചു. നാളെയുള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള കൂടെ പഠിക്കാം. പകുതി പിടിച്ചു. ഇവിടെ നിന്നുള്ള ഐഡിയ ഇവിടെ നിന്നുള്ള ഐഡിയ കിട്ടി. നീ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഐഡിയ കൂടെ കിട്ടി കഴിഞ്ഞാൽ പരിപാടി പഠിച്ചു. അടുത്ത ആൾ ഇത്ര നേരം ഇവിടെ പിന്നെ കവലപ്രസംഗം നടത്തിയ മാടം കയറിയിട്ടുണ്ട് കേട്ടോ. മാടം എന്നാ ചെയ്യുന്നു ഇപ്പൊ അറിയാം കേട്ടോ. പൊക്കോ പൊക്കോ എന്നെ നോക്കണ്ട. സ്റ്റാർട്ടാക്കി പോക്കോ. ഈ സംഭവം വീഡിയോ എടുക്കണ്ട. വീഡിയോക്ക് ഫുള്ളും ഇരുട്ടായിരിക്കും. കൊടുക്കടി. ആ നടന്നു നടന്നു തന്നെ. പിന്നെ ഒരു ചുറ്റികയും കമ്പി എടുത്ത് നിന്നു കേട്ടോ. ഇടിച്ച് തകർക്കും ഇപ്പൊ ആള്. നേരത്തെ ക്ലാസ്സിൽ പങ്കെടുത്തതല്ലേ? നേരത്തെ ഇത് രണ്ട് ഇത് പഠിക്കുവാണ് നമ്മൾ പഠിക്കുവനെ പഠിക്കും. ഇത് തപ്പല് കുറഞ്ഞാൽ മതി. തമ്പ് ഈസി അത്. ആ ഞാൻ ഇവിടുന്ന് വന്നു ഇവിടെ വന്നു അവിടം വരെ പഠിച്ച്. ഇനി നാളെ ഇനി ബാക്കിയുള്ള അങ്ങോട്ടുള്ള പഠിച്ചാൽ മതി. അപ്പൊ സംഭവം പഠിച്ചു. ഓക്കെ ഓക്കെ. അങ്ങനെ അഭിരാമിയുടെ അറ്റംപ്റ്റ് ആട്ടോ. എന്നാടി മൊയിലും കുഞ്ഞ് കൂട്ടിയിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ഡിവിനെ കളിയാക്കണ്ടെന്ന് അഭിരാമിയ. നിർത്താതെ എടുക്കണം അഭിരാമി. ഫുൾ ടൈറ്റ് ഫുൾ ടൈറ്റ് ഫുൾ ടൈറ്റ്. എടുക്കാൻ പാടുണ്ടോ? വലിയ പാടൊന്നുമില്ല. നമ്മൾ പഠിച്ച ചേട്ടൻ പറയുന്ന പോലെ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കാണ് സംഭവം പഠിച്ച്. ചേട്ടൻ പറഞ്ഞ് ഇതിന്റെ തലയിൽ കയറി ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ സംഭവം വരെ പഠിച്ച്. ഇനി അവിടെ നിന്നുള്ള ആ ഇതും കൂടെ നമുക്ക് കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നീ എത്ര പ്രാവശ്യം എടുത്തരാ?
3-4 വട്ടം എടുത്തു. ഇവന് ഈ സെൻറ്റർ പോകുന്നുണ്ടോ ഇവനെ? ഇതേപോലെ സെൻറ്ററിൽ കൂടെ പോകും. അങ്ങനെ സൈഡിലേക്ക് ചേർന്ന് വരുത്. അങ്ങനെ സൈഡിലേക്ക് ചെറിയൊരു താങ്ങ് മതി തട്ടാൻ. നമ്മൾ സേഫാ. നീ ഇവിടുന്ന് തിരിക്കുന്നില്ലേ? ഇവിടുന്ന് പുള്ളി തിരിക്കാൻ പറയുന്നില്ലേ? ആ തിരിക്കാൻ പറയുന്നത് നീ എന്നാ ചെയ്യണ്ടേ? തിരിക്കണമെന്ന് എനിക്കും അറിയാം. അങ്ങനെയല്ല, അവിടുന്ന് ഡിബി മറ്റേ പുള്ളി പറഞ്ഞില്ല, ഫ്രണ്ട് നേരെ ആവുമ്പോൾ അപ്പം തന്നെ ഒരിക്കലും ക്ലച്ച് നിന്ന് വിട്ടാക്കില്ല കേട്ടോ. ഓഫ് ആവുന്നുണ്ടോ ക്ലച്ച് ചവിട്ടിക്കണം. ആ പോയി പിന്നെ നമ്മൾ സെറ്റായെന്ന് തോന്നുന്നു അഭിരാമിയുടെ. ശ്രദ്ധിച്ചെടുത്താ മതി. നമുക്കെന്നെ പാടായിട്ട് തോന്നിയേ. ഇനി പാടായിട്ട് വല്ലായിട്ട് തോന്നിയില്ല ഇവനെ. ആ ചേട്ടൻ പറയുന്നത് ഞാൻ തല കയറാത്ത ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്ത് തല കയറാത്ത? അത് അവിടെ നിന്ന് തിരിക്കേണ്ട കേസ്. അത് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പാസ് അല്ലല്ലോ, നല്ല ഫെയില്. എവിടെ സർക്കസ് ആട്ടോ. അഭിരാമിയുടെ ഒരു അറ്റംപ്റ്റ് റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ അടുത്ത അറ്റംപ്റ്റ് നോക്കുവാണ് ആള്. ഒന്ന് സ്പീഡായി വരാനുണ്ട്. ടെസ്റ്റാണ് മണ്ടിരിക്കായിരുന്നു. ആ മുഖമാണ് നമുക്ക് വേണ്ട. നിന്നെ കളിയാക്കണ്ടിരുന്ന നിന്റെ മുഖം കണ്ടിട്ടാ. മുഖം ഇരിക്കുന്ന നോക്കി കട്ടിച്ചൊക്കെ പിടിക്കുന്ന. ലിവിനെ കളിയാക്കണ്ടിരുന്ന അഭിരാമി കേട്ടോ. നിന്നാ പോയില്ല, ഔട്ടല്ലേ ചേട്ടാ? നിന്നല്ലോ, ഓഫ് ആകാതിരുന്നാ പോരെ. നിന്ന ഔട്ടല്ല അല്ല, വണ്ടി ഓഫ് ആകാതിരുന്ന ഒരു 2 സെക്കൻഡ് നിന്നാ കുഴപ്പമില്ല. ഇല്ല, 2 സെക്കൻഡ് പറ്റത്തില്ല. ഫുള്ള് നിർത്തിയിട്ടാലും കമ്പി തട്ടിയാലും ഓഫ് ആയാലും തോറ്റു. പുറത്തുനിന്ന് ഓഫ് ആയാലും തോറ്റു. ഒരെണ്ണം സക്സസ്. നേരത്തെ സ്പീഡായിട്ട് അപ്പം ഇനി അത് ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ഓക്കെ. ഇവിടെ വന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ തീർന്നു. ഇവിടെ വന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു. ഇതേപോലെ തിരിച്ചു പോകണം കേട്ടോ. നിനക്ക് ഏല് കിട്ടിയോടി? ഏല് കിട്ടിയോ? ആ, അത് എങ്ങനെ എടുക്കണ ഐഡിയ ഒരു ഐഡിയ കിട്ടി. പക്ഷെ എനിക്ക് ചെരുപ്പ് ഇട്ട് പറ്റുന്നില്ല. ചെരുപ്പ് ഇട്ടിട്ടപ്പോ ശരിയാക്കിയേ. ചെരുപ്പിടുമ്പോ എനിക്ക് കറക്റ്റ് ആ ബന്ധം ശരിയാവുന്നില്ല. ചെരുപ്പ് ഊരിക്കഴിഞ്ഞപ്പോ ബന്ധം ശരിയായി. ലിവി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ മോളാ? ലിബി ഇതാ വണ്ടിയെ കയറി. അഭിരാമി ഇറങ്ങി, ലിബിയും കയറി കേട്ടോ. ഇനിയിപ്പോ ലിബിനെ എടുക്കുന്നു. കര കരാന്നാ മറ്റേ ഗീറൊക്കെ മാറുമ്പോ ശബ്ദം വരുന്നു. ഓരോ കര കരയ്ക്ക് ചേട്ടന്റെ നെഞ്ചിട്ടിണ്ടെന്ന് പറഞ്ഞിട്ട് ഇടിക്കുന്നേ. ലിബിനും കൂടെ ടെസ്റ്റ് ഇത് എച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോകും കേട്ടോ. ഒരു 2-3 റൗണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോവാണ്. അതാണ് ഇന്ന് പരിപാടി. നോക്കുക, അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോകും. അതാണ് ഇപ്പം നമ്മുടെ പരിപാടി കേട്ടോ. ഇനിയിപ്പോൾ ഒരു 2-3 റൗണ്ടും കൂടി ഓടിച്ചാൽ മതി കേട്ടോ.